നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിന്റെ കംപ്ലീറ്റ് റോഡ് മാപ്പ് ചെക്ക് ചെയ്യാം. ആദ്യം ആരാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ? നമ്മളൊരു പുതിയ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഒരു ഫ്രണ്ട് എൻഡും ഒരു ബാക്ക് എൻഡും ഉണ്ടാവില്ലേ? അതായത് എന്താണ് ഫ്രണ്ട് എൻഡ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വെബ്സൈറ്റോ അല്ലെങ്കിൽ വെബ് പേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താണോ കാണുന്നത് അതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആണ്. എക്സാമ്പിൾ നമ്മൾ കാണുന്ന ഇമേജസ്, ടെക്സ്റ്റിന്റെ സ്റ്റൈൽസ്, ആ എൻ്റയർ യൂസർ ഇന്റർഫേസ്, അതുപോലെ തന്നെ ബട്ടൺ ക്ലിക്ക്, ഫോം സബ്മിഷൻസ്, സെർച്ച് ബാർ ഇംപ്ലിമെന്റേഷൻ, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ്, ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആണ്. ഇനി ബാക്ക് എൻഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ബിസിനസിന്റെ എൻ്റയർ ലോജിക്കും ഹാൻഡിൽ ചെയ്യുന്നത് ഇവിടെയായിരിക്കും. അതായത് ഒതന്റിക്കേഷൻ, അതായത് ലോഗിൻ സിസ്റ്റം മുതൽ നമ്മുടെ ഡാറ്റാബേസിൽ ഡാറ്റ സ്റ്റോറിങ്ങും റീട്രൈവലും മുതൽ ബിസിനസ് ലോജിക്കിന്റെ കേസിൽ പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ അവിടെ API എന്ന് വരുന്ന ഡാറ്റനെ പ്രോസസ് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യുന്നത്, ഇതെല്ലാം ചെയ്യുന്നത് ബാക്ക് എൻഡ് ഡെവലപ്പർ ആണ്. ഇനി ആരാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡെവലപ്പറിന് അയാൾക്ക് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ ടെക്നോളജീസും അറിഞ്ഞിരിക്കുക. അതായത് നമ്മളൊരു മോഡ്യൂൾ അയാൾക്ക് അസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയുന്ന യൂസർ ഇന്റർഫേസും അതിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസും ബാക്ക് എൻഡിൽ വരുന്ന അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ബിസിനസ് ലോജിക്കേസും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയാൽ അയാളെയാണ് നമ്മൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് വിളിക്കുന്നത്. ഇനിയൊരു ഇപ്പൊ നമുക്കറിയാം ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട് ആൻഡ് ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സിനേക്കാളും സാലറിയും കൂടുതലാണ് അല്ലേ? അതിന്റെ റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു കമ്പനി പെർസ്പെക്റ്റീവ് എന്ന് ആലോചിക്കുമ്പോൾ അവിടെ ടൈമും കോസ്റ്റും ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് അല്ലേ? ഇപ്പൊ ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും ടീം ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ബാക്ക് എൻഡ് ടീം എന്തെങ്കിലും ഒരു ബിസിനസ് ലോജിക് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ആ ലോജിക്കിന്റെ ഇംപ്ലിമെന്റേഷൻ കംപ്ലീറ്റ് ആവാൻ ഫ്രണ്ട് എൻഡ് ടീം വെയിറ്റ് ചെയ്യണം. അതിന് ശേഷമേ അവർക്ക് ഫ്രണ്ട് എൻഡ് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇനി ബാക്ക് എൻഡ് ടീം ഫ്രണ്ട് എൻഡ് ടീമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കേസ് ഇപ്പോൾ ഒരു API സ്പെസിഫിക്കേഷൻ ഒക്കെ വരുവാണെങ്കിൽ അതിന്റെ റിക്വയർമെന്റിന് ഈ ബാക്ക് എൻഡ് ടീം എഗെയിൻ ഈ ഫ്രണ്ട് എൻഡ് ടീമിന്റെ ടാസ്ക് കംപ്ലീറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പൊ ഈ ടൈമിനെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാ? ഒരു ഡെവലപ്പർക്ക് തന്നെ ഈ രണ്ട് കേസും ഹാൻഡിൽ ചെയ്യാൻ പറ്റുമ്പം. അതുപോലെ തന്നെ കോസ്റ്റിന്റെ കേസിലാണെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ഡാറ്റാബേസിന്റെ ടീം, ഫ്രണ്ട് എൻഡ് ടീം, ബാക്ക് എൻഡ് ടീം എന്ന് മാനേജ് ചെയ്യുന്നതിനേക്കാളും കമ്പനീസിന് എപ്പോഴും എളുപ്പം ഒരു സിംഗിൾ ഡെവലപ്പറിനെ ഹയർ ചെയ്ത് അയാൾക്ക് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അല്ലെ? അതുപോലെ തന്നെ ഇപ്പൊ ബഗ് എന്തെങ്കിലും വരുവാണെങ്കിലും ഒരു ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്പറിന് ഈ ഫ്രണ്ട് എൻഡിൽ നിന്ന് വരുന്ന ബഗ്സ് ആണെങ്കിലും ബാക്ക് എൻഡിൽ നിന്ന് വരുന്ന ബഗ്സ് ആണെങ്കിലും അനലൈസ് ചെയ്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആരാണെന്നുള്ള ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു വെബ് ഡെവലപ്മെന്റ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ഫ്രണ്ട് എൻഡിൽ സ്റ്റാർട്ട് ചെയ്യുക. അതിൽ തന്നെ HTML, CSS, JavaScript, ഈ 3 ലാംഗ്വേജും പഠിക്കുക. ഇതിൽ HTML എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റാറ്റിക് പേജസ് ക്രിയേറ്റ് ചെയ്യുന്നത് HTML യൂസ് ചെയ്തിട്ടാണ്. അതായത് ഇപ്പോൾ ടെക്സ്റ്റ് ബോക്സസ്, ഡ്രോപ്പ് ഡൗൺസ്, ബട്ടൺസ്, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് HTML യൂസ് ചെയ്തിട്ടാണ്. അവിടെ നമുക്ക് സ്റ്റൈലും ഉണ്ടാവില്ല, അതുപോലെ തന്നെ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. ഇതിന് രണ്ടും നമുക്ക് CSS വേണം, അതുപോലെ ജാവാസ്ക്രിപ്റ്റും വേണം. അതായത് നിങ്ങൾ ആ ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റിനെ അട്രാക്റ്റീവ് ആയിട്ട് യൂസറിനെ അട്രാക്ട് ചെയ്യുന്ന രൂപത്തിൽ കളേഴ്സും അതുപോലെ സ്റ്റൈലും ഒക്കെ സെറ്റ് ചെയ്യുന്നത് CSS യൂസ് ചെയ്തിട്ടാണ്. ഇതിനെ ഇന്ററാക്റ്റീവ് ആക്കുന്നത് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. അതായത് ബട്ടൺ ക്ലിക്ക് നടക്കുന്ന സമയത്ത് സേവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാർണിംഗ് അലേർട്ട്, അങ്ങനെ നമുക്ക് എന്തൊക്കെ യൂസർ ഇന്ററാക്ഷൻസ് വരണോ നമ്മുടെ കൺട്രോൾസിനെ ബേസ് ചെയ്തിട്ടുള്ളത് അത് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ ഇതൊരു ബേസിക്സ് ആണ്. ഈ ബേസിക്സ് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജാവാസ്ക്രിപ്റ്റിന്റെ ഫ്രെയിം വർക്ക്സ് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്ത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. അതായത് ആംഗുലാർ, വ്യൂ, ഇനി റിയാക്ട് ബേസിക്കലി ഒരു ജാവാസ്ക്രിപ്റ്റിന്റെ ഫ്രെയിം വർക്ക് അല്ല, അവിടെ അതൊരു ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറിയാണ്. ആ ലൈബ്രറിയിൽ തന്നെ അവർക്ക് നെക്സ്റ്റ്.js, പിന്നെ അതുപോലെ തന്നെ റിമിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫ്രെയിം വർക്ക്സ് അവൈലബിൾ ആണ്. അപ്പം ഞാൻ എപ്പോഴും പറയുകയാണെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ റിയാക്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ ഈസി. അതായത് നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് അറിയാവുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് റിയാക്ട്. അതുപോലെ തന്നെ അതിന്റെ ഫ്രെയിം വർക്ക്സ് ആണെങ്കിലും കുറച്ചും കൂടെ ഈസിയാണ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു റിയാക്ടിന്റെ ഫ്രെയിം വർക്ക് ചൂസ് ചെയ്ത് പഠിക്കുക. അത് മാൻഡേറ്ററി ആണ് കേട്ടോ. വൺസ് ഞാൻ ഈ പറഞ്ഞ ഫ്രണ്ട് എൻഡ് ടെക്നോളജീസ് എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ബാക്ക് എൻഡിലേക്ക് വരാം. ബാക്ക് എൻഡിൽ ഇപ്പൊ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് ഓൾറെഡി അറിയാവുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. Node.js പഠിക്കുക. അതായത് Node.js ജാവാസ്ക്രിപ്റ്റിന്റെ റൺ ടൈം എൻവറോൺമെന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ട് Node.jsൽ തന്നെ Express.jsന്റെ ഫ്രെയിം വർക്ക് ഉണ്ട്. അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആകാം. ഇനി Node.js മാത്രമല്ല കേട്ടോ, അല്ലാത്ത പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇപ്പൊ പൈത്തോൺ എടുക്കാം. പൈത്തോണിൽ നിങ്ങൾക്ക് ജാങ്കോ യൂസ് ചെയ്തിട്ട് അതിന്റെ ഫ്രെയിം വർക്കാണ്. അപ്പൊ അതും അതിന്റെ ഫ്രെയിം
വർക്കും പഠിക്കുക. PHP എടുത്തിട്ടുണ്ടെങ്കിൽ കോഡിഗ്നേറ്ററോ ലാരാവെല്ലോ പഠിക്കുക. അല്ലെങ്കിൽ ജാവ എടുക്കുകയാണെങ്കിൽ ജാവ സ്പ്രിംഗ് ബൂട്ട് ഉണ്ട്, അല്ലെങ്കിൽ റൂബി. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ബാക്ക് എൻഡിൽ ചൂസ് ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഫ്രെയിം വർക്കും പഠിക്കുക കേട്ടോ. ബാക്ക് എൻഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ലാംഗ്വേജിന് അനുസരിച്ചിട്ടാണ് നമ്മളെ എന്ത് ഡെവലപ്പർ ആണെന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് PHP ആണ് PHP ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ, അല്ലെങ്കിൽ പൈത്തൺ ആണ് പൈത്തൺ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്നൊക്കെ പറയുന്നത്. ഇനി ബാക്ക് എൻഡ് നമ്മൾ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കുന്നതാണ് ഡാറ്റാബേസസും. അതായത് ഇപ്പൊ നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ യൂസർ സൈൻ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യൂസർ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണം അല്ലേ. വൺസ് സൈൻ അപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എവിടെയോ ഉള്ള ഡാറ്റ വെച്ചിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റണം ഈ ഒരു യൂസർ കറക്റ്റ് യൂസർ ആണ്, ഒതന്റിക്കേഷൻ ചെയ്യാൻ പറ്റണം. ലോഗിൻ ചെയ്തിട്ട് അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം റെക്കോർഡ് ചെയ്യണം. അതായത് അവരിപ്പോ ഒരു മാസ്റ്റർ മൊഡ്യൂൾ എടുത്തിട്ട് എന്തെങ്കിലും ഒരു മാസ്റ്റർ ഡാറ്റ സേവ് ചെയ്യുമ്പോൾ അത് സേവ് ചെയ്യാൻ പറ്റണം. അത് വൺസ് എഗെയിൻ നമ്മൾ ലിസ്റ്റിലൊക്കെ പോയിട്ട് എടുക്കുന്ന സമയത്ത് അത് ലോഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഇതിന് നമ്മൾ ഡാറ്റാബേസസ് യൂസ് ചെയ്യും. ബേസിക്കലി രണ്ട് ടൈപ്പ് ഡാറ്റാബേസ് ഉണ്ട്, SQL ഡാറ്റാബേസും നോൺ SQL ഡാറ്റാബേസും. SQL ഡാറ്റാബേസ് നിങ്ങൾ MySQL, PostgreSQL എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ. അവിടെ ഇത് റിലേഷണൽ ഡാറ്റാബേസസ് ആണ്. നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ടേബിൾ ഫോർമാറ്റിലാണ്, അതായത് റോസ് ആൻഡ് കോളംസ് ആയിട്ടായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇനി നോൺ SQL ഡാറ്റാബേസ് എന്താണെന്ന് വെച്ചാൽ MongoDB ഇല്ലേ, അതൊരു നോൺ SQL ഡാറ്റാബേസ് ആണ്. അതൊരു നോൺ റിലേഷണൽ ഡാറ്റാബേസ്, അതായത് ഒന്നും കൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കും. ഒരു JSON ലൈക്ക് ഡോക്യുമെന്റ്സ് ഫോർമാറ്റിലാണ് കീ വാല്യൂ പെയേഴ്സ് ആയിട്ടായിരിക്കും നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. അതിനും നമുക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ട് മോഡലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിപ്പോ നിങ്ങൾ ഫ്രഷേഴ്സ് ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവില്ല. ഇപ്പൊ നിങ്ങൾ വൺസ് HTML ജാവാസ്ക്രിപ്റ്റിന്റെ ബേസിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ് ബാക്ക് എൻഡ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്താ ഞാൻ ഈ പറഞ്ഞ പോലെ MongoDB-യിലാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എങ്കിൽ, നോൺ SQL ഡാറ്റാബേസസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എങ്കിൽ MongoDB നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ചൂസ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ റിയാക്ട് പഠിച്ചു, അതിന്റെ കൂടെ ബാക്ക് എൻഡിൽ നിങ്ങൾ Node.js ആണ് ചൂസ് ചെയ്തത്, അതിന്റെ കൂടെ തന്നെ MongoDB എടുത്തു. അപ്പൊ അങ്ങനെ അതുപോലെ ഫ്രെയിം വർക്ക് ആയിട്ട് എക്സ്പ്രസ്.js ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ, അതായത് MongoDB, എക്സ്പ്രസ്.js, റിയാക്ട്, Node.js, ഈ ഒരു കോമ്പിനേഷന് വരുന്ന ഡെവലപ്പേഴ്സിനെ നമ്മൾ മെയിൻ സ്റ്റാക്ക് ഡെവലപ്പേഴ്സ് എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ മെയിൻ സ്റ്റാക്ക് പ്രോജക്ട്. യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോസ് അവൈലബിൾ ആണ് മെയിൻ സ്റ്റാക്ക് പ്രോജക്ടിന്റെയും അതുപോലെ തന്നെ മെയിൻ സ്റ്റാക്കിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ. അപ്പൊ ഇതാണ് ഡാറ്റാബേസ് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ. വൺസ് ഞാൻ ഈ പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എല്ലാം, അതായത് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും നിങ്ങൾ തറവായിട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഡാറ്റാബേസും ചൂസ് ചെയ്ത് കൊറീസ് ഒക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് വേർഷൻ കൺട്രോൾ സിസ്റ്റം. അതായത് നമ്മൾ ഒരു കമ്പനീസിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ ഒരുപാട് ഡെവലപ്പേഴ്സ് ഉണ്ടാവും അല്ലെ. ഇപ്പോൾ ഒരു മോഡ്യൂളിൽ തന്നെ നമ്മളിപ്പോ ഒക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് ഒരുപാട് ഡെവലപ്പേഴ്സ് അതിന്റെ ഓരോ പോർഷനും എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. എന്നിട്ട് ഫൈനലി ഇതിനെ കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താ ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ചേഞ്ച് ഒരു ഡെവലപ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റേ ഡെവലപ്പറിനും അവൈലബിൾ ആവണം. അപ്പൊ ഇങ്ങനെ ഓവർ ദ ടൈം സോഴ്സ് കോഡിൽ വരുന്ന ചേഞ്ചസ് നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റം, അതായത് നമുക്കിപ്പോൾ ഗിറ്റോ, ഗിറ്റ് ഹബോ, SVNോ ഏതെങ്കിലും ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റം നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഡെവലപ്പേഴ്സ് ബേസിക്കലി ചെയ്യുന്നത് അവർ ചെയ്ത ചേഞ്ചസ് എല്ലാം അവരുടെ ലോക്കൽ ബ്രാഞ്ചിലേക്ക് കമ്മിറ്റ് ചെയ്യും. അവിടുന്ന് ഒരു കോഡ് റിവ്യൂവർ ഈ കോഡ് റിവ്യൂ ചെയ്തിട്ട് ബ്രാഞ്ചിലേക്കും, അതായത് മെയിൻ ബ്രാഞ്ചിലേക്ക് മെർജ് ചെയ്യും. മെർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഡെവലപ്പേഴ്സിനും ഈ ഒരു ചേഞ്ചസ് അവൈലബിൾ ആയിരിക്കും. അവരുടെ ലോക്കൽ പ്രോജക്റ്റിലേക്ക് ഈ ഒരു കോഡ് പുള്ള് ചെയ്തെടുത്താൽ മതി. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ടെക്നോളജീസ് എല്ലാം ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1 ഇയർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഇപ്പൊ റിയാക്ട് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബേസിക് ലെവൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രൊജക്റ്റുകൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് റെഫർ ചെയ്യുക, പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. അപ്പൊ ഒരിക്കലും നിങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്ന AI ടൂൾസിൽ ChatGPT-യിലൊന്നും പോയി കോഡ് അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. അത് മസ്റ്റ് ആണ്. ടൈപ്പ് ചെയ്ത് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലോജിക്കും സിൻടാക്സും മനസ്സിലാവുള്ളൂ. അപ്പം ഇപ്പൊ നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കോൺഫിഡന്റ് ആയിട്ട് അവർ തരുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം. അവിടെ ലോജിക്കൽ തിങ്കിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ പ്രോജക്ട്സുകൾ നിങ്ങൾ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ആദ്യം ചെയ്യുക, പിന്നെ കുറച്ചും കൂടെ എക്സ്പാൻഡഡ് ആയിട്ട് ഇപ്പോൾ ഫുൾ സ്റ്റാക്ക് പ്രൊജക്ടുകൾ റെഫർ ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് റിയാക്ട് ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയൽ ഈ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ MongoDB-ന്റെ ആണെങ്കിലും ജാവാസ്ക്രിപ്റ്റിന്റെ ആണെങ്കിലും ഒക്കെ ട്യൂട്ടോറിയൽസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.